Yes, good morning. Yes, Akshara, good morning. നമുക്ക് ആരംഭിച്ചാലോ അക്ഷര? Yes, I have had my breakfast. Yes, okay. നമുക്ക് പഴയ ഒന്ന് രണ്ട് എക്സസൈസ് നമുക്ക് നോക്കാം. അപ്പോഴേക്കും ആരെങ്കിലും ഒക്കെ ഒരു വിചാരിക്കാം. അപ്പൊ അക്ഷര, ഹൗ ആർ യു? അക്ഷര, ഹൗ ആർ യു? ഓക്കെ. മോഡ്യൂൾ 4-ലെ മൂന്നാമത്തെ ചാപ്റ്റർ ഹൗസ് കീപ്പിംഗ് സർവീസസ്. മോഡ്യൂള് 4-ലെ മൂന്നാമത്തെ ചാപ്റ്റർ ചാപ്റ്റർ 3 ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഹൗസ് കീപ്പിംഗ് സർവീസസ് ആര് പറഞ്ഞതാണ്? മിസ് പറഞ്ഞു. ഇപ്പൊ തന്നെ പറഞ്ഞതാണ്, മറക്കണ്ടായിരുന്നു. അങ്ങനെ 5 പേരായിട്ടുള്ളൂ. എനിക്കറിയാം. അപ്പൊ അക്ഷര, ഒരു കാര്യം ഏൽപ്പിക്കണം, എല്ലാവരോടും പറഞ്ഞേക്കണേ. മൊഡ്യൂള് 4-ലെ ചാപ്റ്റർ 3 ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിന്റെ ഒരു പ്രിന്റ് എടുത്ത് വെച്ചേക്കാം നാളത്തേക്ക്. രമ്യ മിസ് പറഞ്ഞതാണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചാല് മൊഡ്യൂള് 4 ചാപ്റ്റർ 3 ഹൗസ് കീപ്പിംഗ്. ഓക്കെ അക്ഷര? ഓക്കെ. അപ്പൊ ഇപ്പൊ അക്ഷര നോക്കുമ്പോ 6 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരോട് വരുമ്പോൾ പറഞ്ഞേക്കണം എല്ലാവരോടും കേട്ടോ. അത് അക്ഷരനെ ഏൽപ്പിച്ചു. ഓക്കെ. മൊഡ്യൂൾ 4 ചാപ്റ്റർ 3 ഹൗസ് കീപ്പിംഗ് പ്രിന്റ് എടുത്ത് വയ്ക്കുക. രമ്യ മിസ്. യെസ്. ഓക്കെ. ഓക്കെ. യെസ്. അപ്പൊ ഇനി നമുക്ക് പഴയ ഒന്ന് രണ്ട് എക്സസൈസ് ചെയ്യാം. അപ്പോഴേക്കും ആരെങ്കിലും ഒക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മള് ഞാൻ പുതിയൊരു സംഗതി എടുക്കാൻ വേണ്ടിയിട്ട് വന്നേ, പക്ഷെ ആകെ 4 പേരല്ലേ ഉള്ളൂ. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ചായിരുന്നു. അപ്പൊ ആ പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസിൽ നമ്മൾ കുറച്ച് എക്സസൈസ് നമ്മൾ ചെയ്തു. ഈ ബാക്കിയുള്ള എക്സസൈസുകളാണ് നമ്മൾ നോക്കുന്നത്. യെസ്. അപ്പൊ നമുക്കൊരു എക്സസൈസ് നമുക്ക് ആരംഭിക്കാം.
ചോദ്യം എഴുതിക്കോളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ വരും നോക്കട്ടെ കേട്ടോ. The people had not attacked ATTACKED. The people had not attacked ATTACKED. Attacked the thief. 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 I will read once more. The people had not attacked the thief. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ആ പാസ്റ്റ് പെർഫെക്റ്റ് ആയ വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ഓബ്ജക്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടും. എന്താ കിട്ടി? The people had not attacked the thief. ഓബ്ജക്റ്റ് ആയിട്ട് കിട്ടി. ഓബ്ജക്റ്റ് ആദ്യം എഴുതുക, ബാലൻസ് എഴുതുക. Okay, Sandhya Shibu, good morning. The people had not attacked the thief. Akshara കഴിഞ്ഞോ? The people had not attacked the thief. പാസീവ് വോയിസ് ആണോ സാർ എഴുതേണ്ടേ? പാസീവ് വോയിസ്. The people had not attacked the thief. അക്ഷര തന്നിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? അപ്പൊ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ പാസ്റ്റ് വോയിസ് മറന്നുപോയി അല്ലേ? സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ പാസ്റ്റ് വോയിസ്. അതിന് മുമ്പ് നമ്മൾ ചെയ്താണല്ലോ അതൊക്കെ. അതൊന്ന് മാറ്റി എഴുതിയാലേ. ഒബ്ജക്റ്റ് ആദ്യം എഴുതും, സിസിലി സെന്റൻസിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. നോക്കി, ആദ്യം പീപ്പിൾ അല്ല വരാം. നോക്കി, ദ പീപ്പിൾ ഹാഡ് നോട്ട് അറ്റാക്ട് ദ തീഫ് ആണ്. അപ്പൊ ഒബ്ജക്റ്റ് എന്താണ്? തീഫ് ആണ്. ദ തീഫ് അവിടെ തുടങ്ങി ആരംഭിക്കുക. സിസിലിയുടെ ആദ്യവും പീപ്പിൾ ആണ്, അവസാനവും പീപ്പിൾ ആണ്. അതാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ചെറിയൊരു വിഷയം. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇപ്പൊ ശരിയാ അക്ഷര? ഓക്കെ. THIEF എന്നായിരിക്കും. The thief had not been attacked by the people. By the people. The thief had not been attacked by the people. അല്ലെങ്കിൽ the thief had not been attacked. ഓക്കെ. അപ്പൊ ഇത് അവിടെ നിൽക്കട്ടെ.
ഞാനേ കുറച്ച് പേര് വരാൻ വേണ്ടി കാത്തുനിന്നാണ്, അതാണ് ഒരു എക്സസൈസ് ഒക്കെ ഇട്ടത്. അപ്പൊ നമുക്ക് വേറൊരു കാര്യത്തിന്റെ തുടക്കം ഒന്ന് കുറിക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയും. റിപ്പോർട്ടർ സ്പീച്ച്. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ സന്ധ്യ ഷിബു? അല്ലെങ്കിൽ മറന്നുപോയി, അത് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. ഇപ്പൊ സാറ് പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും, ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി. ഓക്കെ ഓക്കെ ഓക്കെ. അക്ഷര, റിപ്പോർട്ടർ സ്പീച്ച് ഓർമ്മയുണ്ടോ? ഷൈനി മാത്യു, റിപ്പോർട്ടർ സ്പീച്ച് ഓർമ്മയില്ല സാർ. യെസ്. സിസിലി ജോസ്, അത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, പക്ഷെ അത് പറയാൻ അതായത് എക്സാമ്പിൾ കിട്ടും. ഓക്കെ ഓക്കെ, ചെയ്യുമ്പോൾ ചെയ്യും. ഓക്കെ. റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംഗതി കേട്ടു. ആ കേട്ട അരമണിക്കൂറാണ് ഇംഗ്ലീഷ് ക്ലാസ് ഉള്ളത്. ഇന്ന് ടീച്ചർക്ക് കുറച്ചധികം തീരാനുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ അരമണിക്കൂർ നമുക്ക് അടുത്ത ടീച്ചർ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് തുടങ്ങി വെക്കാം, സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം കേട്ടു. ആ കേട്ട കാര്യം നമ്മൾ വേറെ ആളോട് ചെന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? ഇതാണ് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. ചെറിയ മാറ്റങ്ങൾ. നിങ്ങൾ നാടകം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ കഥാപാത്രങ്ങളുടെ പേരെഴുതും. അച്ഛൻ, എന്നിട്ട് 2 കുത്തിട്ടിട്ട് എൻ്റെ ഇതിന് മകളെ നീ എവിടെ പോകുന്നു? അപ്പൊ അതിന്റെ അടിയിൽ മകൾ എന്ന് മറുപടി പറയുന്നുണ്ടാവും, അച്ഛ ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നു. അതിന്റെ അടിയിൽ അമ്മ പറയുന്നുണ്ടാവും, പോണതൊക്കെ കൊള്ളാം, വേഗം വരണം. അല്ല, ഓരോ കഥാപാത്രങ്ങളുടെ പേരെഴുതുന്നു, അതിന്റെ നേരെ അവർ പറയുന്ന ഡയലോഗ് എഴുതുന്നു. ആ പുസ്തകം വായിക്കുന്ന നിങ്ങൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കഥ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെ പറയും എന്നുള്ള രീതി അത് ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, സിസിലിയെ വഴിയിൽ വെച്ച് ഒരാൾ കണ്ടു. അപ്പൊ കണ്ട ആളുടെ പേര് നമ്മൾ എന്ത് പറയുന്നു? ഞാനൊരു ഫോർ എ ടൈം ബീയിങ് അശോകൻ എന്ന് വിളിക്കണം. അശോകൻ എന്ന് പറയുന്ന ആള് സിസിലിയോട് പറയാണ്, നിങ്ങൾ സുന്ദരിയാണ് എന്ന് സിസിലിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം സിസിലി അത് വീട്ടിൽ ചെന്നിട്ട് സിസിലിയുടെ സഹോദരിയോട് പറയണം. എങ്ങനെ പറയുന്നു? അശോകൻ പറഞ്ഞു നിങ്ങൾ സുന്ദരിയാണെന്ന്. അപ്പൊ ആ നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോ സഹോദരി വേണമെങ്കിൽ എന്ത് വിചാരിക്കും? അവളെയാണ് പറയണത് വിചാരിക്കില്ലേ? വിചാരിക്കാം അല്ലേ? അപ്പൊ അങ്ങനെ വിചാരിക്കാതിരിക്കണമെങ്കിൽ അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് പറയുമ്പോ സിസിലി എന്ത് പറയണം? അശോകൻ പറഞ്ഞു ഞാൻ സുന്ദരിയാണ്. അല്ല, അങ്ങനെ ആ വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. അവിടെ ചെന്നിട്ട് അശോകന് ഉപയോഗിച്ച നിങ്ങൾ എന്ന് പറയുന്ന വാക്കിനെ വെച്ച് പറയരുത്. അപ്പൊ നമ്മൾ ആരോടാണോ പറയുന്നത് അയാളാണ് ഇപ്പോൾ സുന്ദരി. അപ്പൊ വേണമെങ്കിൽ അശോകൻ സിസിലിയുടെ സഹോദരിക്ക് വിചാരിക്കാം ഞാൻ സുന്ദരിയാണെന്നുള്ള കേസ് എന്റെ ചേച്ചിയുടെ കയ്യില് അശോകൻ പറഞ്ഞു വിട്ടത് വിചാരിക്കാം. അപ്പൊ വീട്ടിൽ ചെന്ന് സിസിലി പറയുമ്പോൾ അശോകൻ പറഞ്ഞു ഞാൻ സുന്ദരിയാണെന്ന്. അപ്പൊ ഒരു സ്ഥലത്തുനിന്ന് കേട്ടൊരു കാര്യം വേറൊരു സ്ഥലത്ത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതെങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്ന സംഗതിയിൽ പഠിക്കുന്നത്. ഓക്കെ. ഇത് ചെറിയ ക്ലാസ്സിലൊക്കെ ഈ റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ അല്ല, ഒരു തമാശക്ക് പറയുന്നത്. അപ്പൊ ഒരു ആ ക്ലാസ്സിൽ ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ ബോർഡിൽ എഴുതി മൈ ഹെഡ് എന്ന് എഴുതി. എന്നിട്ട് ടീച്ചർ അതിന്റെ അർത്ഥം പറഞ്ഞത് മൈ ഹെഡ് എന്റെ തല. അങ്ങനെ ടീച്ചർ ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു മൈ ഹെഡ് എന്റെ തല. എന്നിട്ട് ചെറിയ ക്ലാസ്സിലെ കുട്ടിയാണ്, വളരെ ചെറിയ ക്ലാസ്. പിറ്റേ ദിവസം അന്ന് ടീച്ചർ പറഞ്ഞു നാളെ വരുമ്പോ ഇതിന്റെ അർത്ഥമൊക്കെ പഠിച്ചുകൊണ്ട് വരട്ടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കഥാനായികയായ ചെറിയ കുട്ടി രാവിലെ എഴുന്നേറ്റ് ആ പുസ്തകം എടുത്ത് വരാന്തിയിൽ വന്നിരുന്ന് വായിക്കുകയാണ്. അപ്പൊ കുട്ടി ഇങ്ങനെ വായിച്ചു മൈ ഹെഡ് ടീച്ചറിന്റെ തല, മൈ ഹെഡ് ടീച്ചറിന്റെ തല ഇത് വായിക്കണവർക്ക്. അപ്പൊ കാരണം കുട്ടി അങ്ങനെ വായിക്കാൻ കാരണം ടീച്ചർ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞത് മൈ ഹെഡ് എന്റെ തല എന്നാണ്. അപ്പൊ ടീച്ചറിന്റെ ആണുള്ള തല. അപ്പൊ കുട്ടിക്ക് അതിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുട്ടി എന്ന് വായിച്ചു മൈ ഹെഡ് ടീച്ചറിന്റെ തല, മൈ ഹെഡ് ടീച്ചറിന്റെ തല എന്നുറക്കെ വായിക്കുകയാണ്. അപ്പോ അപ്പുറത്തെ കസേരയിൽ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന രാവിലെ തന്നെ പത്രം വായിച്ചുകൊണ്ടിരുന്ന അച്ഛനത് കേട്ടു.
അച്ഛൻ നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ട് മോളോട് പറഞ്ഞു, മോളെ മൈ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചറിന്റെ തലേന്നല്ല. എന്റെ അച്ഛൻ പറഞ്ഞു മൈ ഹെഡ് എന്റെ തല എന്ന് പറഞ്ഞു. തെറ്റാണ്ട് വായിക്കണേ. ഇവിടെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോ കുട്ടി വീണ്ടും വായിച്ചു തുടങ്ങി മൈ ഹെഡ് അച്ഛന്റെ തല. കാരണം അച്ഛൻ പറഞ്ഞത് എന്താണ്? എന്റെ തലേന്നല്ലേ. അപ്പോ മൈ ഹെഡ് അച്ഛന്റെ തല എന്ന് പറഞ്ഞ് ഉറക്കെ വായിക്കുകയാണ്. അപ്പോഴാണ് അച്ഛനുള്ള ചായയുമായിട്ട് അമ്മ വരുന്നത്. അപ്പൊ അമ്മ ഇത് കേട്ടു കഴിഞ്ഞപ്പോ അമ്മ വന്നിട്ട് കുട്ടീനെ തിരുത്തി എന്നിട്ട് പറഞ്ഞു, മോളെ മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ തലയല്ല, മൈ ഹെഡ് എന്റെ തല എന്ന് പറഞ്ഞു. ഓ അങ്ങനെ വായിക്കും എന്ന് പറഞ്ഞു. അമ്മ പോയി കഴിഞ്ഞപ്പോ എന്ത് വായിച്ചിട്ടുണ്ടാവും? മൈ ഹെഡ് അമ്മയുടെ തല, മൈ ഹെഡ് അമ്മയുടെ. ഇങ്ങനെ ഓരോരുത്തരും വരുന്നുണ്ട്. ഇത് ചേട്ടൻ വരുന്നുണ്ട്, ചേച്ചി വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ സിസിലി, വെരി ഗുഡ്. അപ്പോ ഓരോരുത്തരും വരും. ഞാനിപ്പോ സമയത്തിന്റെ കുറവ് മൂലം അതങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ എന്താണോ നമ്മൾ കേട്ടത് അത് ചെറിയ ചേഞ്ചസ് വരുത്തുന്നത്. യെസ്, ഓക്കെ. ഇനി അടുത്ത വേറെ സെൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പൊ നമ്മൾ ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന സംഗതിയിൽ ഒരു സ്ഥലത്ത് നമ്മൾ കേട്ടൊരു കാര്യം വേറൊരാളോട് നമ്മളെങ്ങനെ റിപ്പോർട്ട് ചെയ്ത് എങ്ങനെ ചെന്ന് പറയുന്നു, അപ്പൊ ഉപയോഗിക്കുന്ന ടെൻസിൽ വരുന്ന മാറ്റം, ആ വക കാര്യങ്ങളൊക്കെയും നമ്മൾ നോക്കുക. അതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് വാചകങ്ങൾ കൃത്യ ഗ്രാമറിലാവാൻ വേണ്ടിയിട്ട് അതൊക്കെ സഹായിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പറയാം. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ സിസിലിയുടെ എക്സാമ്പിൾ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ സുന്ദരിയാണ് എന്ന് സിസിലിയോട് അശോകൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞപ്പോ ആ നിങ്ങൾ എന്നുള്ളത് സിസിലി എന്തായി ഒന്നില്ലെങ്കിൽ ഐ എന്താക്കി മാറ്റി, ഞാൻ സുന്ദരിയാണ്. അപ്പൊ യു എന്ന് പറഞ്ഞത് എന്താക്കി മാറ്റി, ഐ എന്ന് മാറ്റി. ഇനി സിസിലിയും സിസിലിയുടെ സഹോദരിയും പിന്നെ ഒരു സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരി, നിങ്ങൾ 3 പേര് നിൽക്കുമ്പോഴാണ് നിങ്ങൾ 3 പേരെയും ഉദ്ദേശിച്ച് അശോകൻ പറയുകയാണ് നിങ്ങൾ സുന്ദരിയാണ് എന്ന് പറയാണ്. അപ്പൊ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഒരാളെ ഉദ്ദേശിച്ചത് 3 പേരെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ 3 പേരും കൂടി വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ഇത് പറയുമ്പോൾ എന്ത് പറയും? അശോകൻ പറഞ്ഞു ഞങ്ങൾ സുന്ദരിയാണ്. യെസ്, വെരി ഗുഡ്, ഞങ്ങൾ. കേട്ടോ, അപ്പൊ ഞാൻ എന്നുള്ളത് മാറ്റി എന്താക്കി, ഞങ്ങളാക്കി. യെസ്, അപ്പൊ അശോകൻ പറഞ്ഞു ഞങ്ങൾ സുന്ദരിയാണ്. അപ്പൊ യു എന്ന് പറയുന്ന വേർഡ് വേണമെങ്കിൽ ഐ ആയിട്ട് മാറാം. റിപ്പോർട്ട് സ്പീച്ച് ചെയ്തപ്പോ വേണമെങ്കിൽ യു ആയിട്ടും അല്ല വി ആയിട്ടും മാറാം. യു എന്ന് പറയുന്ന വേർഡ് ഐ ആയിട്ട് മാറാം, അല്ലെങ്കിൽ വി ആയിട്ട് മാറാം. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ അങ്ങോട്ട് വിടാം. അപ്പൊ അശോകനും പോട്ടെ, എല്ലാവരും പോട്ടെ, സിസിലി ഒറ്റക്കുള്ളൂ. യെസ്, അപ്പൊ സിസിലി പറയണം, സിസിലി പറയണം എന്ന് പറയുന്നു, ഐ ആം എ ബ്യൂട്ടിഫുൾ ലേഡി. ഞാനൊരു സുന്ദരിയായിട്ടുള്ള ഒരു ലേഡിയാണ് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സന്ധ്യ ഷിബുവിന്റെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ എന്ത് പറയും? സിസിലി പറഞ്ഞു ഞാനൊരു സുന്ദരി എന്ന് പറയൂ? ഇല്ല. അപ്പൊ സന്ധ്യ ഷിബു ആയിപ്പോ സുന്ദരി. സന്ധ്യ ഷിബു സുന്ദരി അല്ലെന്നല്ല പറയുന്നത്, സിസിലി പറഞ്ഞു ഞാൻ സുന്ദരിയാണെന്ന്. അപ്പൊ സിസിലി സെഡ് ഐ ആം എ ബ്യൂട്ടിഫുൾ ലേഡി. അത് വേറൊരാളോട് പറയുമ്പോൾ എന്ത് പറയും? സിസിലി പറഞ്ഞു അവൾ ഒരു സുന്ദരിയാണ്. അല്ല, അപ്പൊ ആ ഐ എന്നുള്ളത് എന്തായിട്ട് മാറി? അവൾ എന്നായിട്ട് മാറി. ഇനി സിസിലി എന്നുള്ളതിന് പകരം അവിടെ വേറൊരു ആണിന്റെ പേരായിരുന്നെങ്കിൽ അവൾ എന്നുള്ളതിന് പകരം എന്തായിട്ട് മാറും? അത് അവൻ എന്നായിട്ട് മാറും. എന്താ വ്യത്യാസം? യെസ്, ഓക്കെ, അത് അവൻ എന്നായിട്ട് പറയും. ഈ മാറ്റങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന സംഗതിയിൽ പഠിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് കേൾക്കുന്നുവോ ആ കേട്ട കാര്യം നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് എങ്ങനെ അവതരിപ്പിക്കുന്നുവോ ആ അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് 2 വെർബ് വരും, 2 വെർബ് മിനിമം വരും. ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്ന സെന്റൻസിൽ ഒരു വെർബ് ഉണ്ടാവും, ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വാചകത്തിൽ വേറൊരു വെർബ് ഉണ്ടാവും. അങ്ങനെ 2 വെർബ് ഇതിൻ്റെ അകത്ത് വരും. അങ്ങനെ 2 വെർബ് വരുമ്പോൾ അതിൻ്റെ അകത്ത് റിപ്പോർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഞാൻ ഇപ്പറ്റി ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് എടുക്കാം.
അതിനകത്താണ് നമ്മൾ എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് വെർബ്. ആ റിപ്പോർട്ടിംഗ് വെർബിന്റെ ടെൻസ് നമ്മൾ നോക്കണം. ചിലത് പ്രസന്റ് ടെൻസ് ആയിരിക്കും, ചിലത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പോ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിനകത്ത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ വേറൊരു രീതിയും, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ്. അപ്പൊ അതില് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെ മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതും ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ. അപ്പൊ ഇത് ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടും അപ്പൊ അന്നേരത്ത് പറയുമ്പോൾ നമുക്ക് സ്പീഡിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ ടെൻസുകളൊക്കെ ഉണ്ടല്ലോ, സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോൾ പഠിച്ചത് എല്ലാവരും കൂടി ഒരു പേജിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. ടെൻസിന്റെ പേരും അതിന്റെ സ്ട്രക്ചറും, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ്, സബ്ജക്റ്റ് പ്ലസ് വെർബ് പാസ്റ്റ് ടെൻസ് എന്നുള്ളത് ആ 12 എണ്ണവും കൂടി ഒരു പേജിൽ. കാരണം ഓരോ ടെൻസുകളെയും ഓരോന്നിലൂടെ നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് ചെയ്യുമ്പോൾ മാറ്റണം. അപ്പൊ ഏതൊക്കെ ഇങ്ങോട്ട് മാറ്റണം എന്നുള്ളത് പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരുമിച്ച് ഒരു പേജിലായിട്ടൊന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ സന്ധ്യ, ഓക്കെ. ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു, നിങ്ങൾ അത് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ വെറുതെ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞത് മാത്രമേ. ഓക്കെ 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 യെസ്. അപ്പോ റിപ്പോർട്ട് സ്പീച്ചിന് അപ്പൊ ഞാൻ പറഞ്ഞു, റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കേട്ട ഒരു കാര്യം ആ കേട്ട ഒരാള് വേറൊരാളോട് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയുന്നു, ഇതല്ലാത്ത രീതിയിലും പറയട്ടെ. ഇപ്പൊ നേരത്തെ അശോകൻ എന്ന് പറയുന്ന ആള് സിസിലിയോട് പറഞ്ഞ ഒരു കാര്യം ഷൈനിയു മാത്യു കേട്ടു. അത് ഷൈനിയു മാത്യുക്ക് വേണമെങ്കിൽ വീട്ടിൽ ചെന്ന് പറയാത്, അങ്ങനെയും പറയാം. ഒരു സ്ഥലത്ത് കേട്ട കാര്യം ആ കേട്ടത് ആരാണോ അയാൾ തന്നെ പറയണമെന്നില്ല, വേറൊരാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് വീട്ടിൽ ചെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാമെന്നുള്ളത് നമ്മൾ പരിഗണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് പല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്ന സംഗതി. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ പഴയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും ഇല്ലേ? ഓരോ ടെൻസുകളിലോട്ട് മാറ്റണം, അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ പറയട്ടെ. പഴയ ഓർമ്മകൾ, റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഇത് ഇന്നതാണ് ഇന്ന ടെൻസിലോട്ട് ഇന്ന വരുമ്പോൾ ഇന്നതിലോട്ട് മാറ്റണം, അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും. യെസ്, ആർക്കില്ല അല്ലെ? പിന്നെ നമുക്ക് 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് കിടക്കാതിരുന്നത്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ അതിന്റെ ഹെഡിങ് ഒക്കെ എഴുതിക്കോ. ഇൻഡയറക്റ്റ്, INDIRECT, ഇൻഡയറക്റ്റ് സ്പീച്ച്. എന്നിട്ട് ഒരു സ്ഥലത്ത് ഡയറക്റ്റ് എന്നും അടുത്ത സ്ഥലത്ത് ഇൻഡയറക്റ്റ് എന്നും രണ്ട് വശത്തായിട്ട് എഴുതുക. അതായത് ഡയറക്റ്റിൽ വരുന്ന ഏതെല്ലാം വാചകങ്ങൾ ഇൻഡയറക്റ്റ് വരുമ്പോൾ മാറി വരും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്ത് ഡയറക്റ്റ് എന്നും അടുത്ത സ്ഥലത്ത് ഇൻഡയറക്റ്റ് എന്നും എഴുതും. യെസ്. എന്നിട്ട് ഡയറക്റ്റിന്റെ താഴെ ഐ എന്ന് എഴുതുക. ഐ എന്ന് എഴുതുക. എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് he, she എന്ന് എഴുതുക. he, she എന്ന് വെച്ച് കഴിഞ്ഞാല് ഡയറക്റ്റ് സ്പീച്ചില് ഐ എന്ന് പറയുന്ന വേർഡ് ഒന്നില്ലെങ്കിൽ ഹി ആയിട്ട് മാറും, അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറും. ഇതാണ് അതിന്റെ അർത്ഥം. ഐ, ഹി അല്ലെങ്കിൽ ഷീ എന്ന് എഴുതുക. അടുത്തത് MY, മൈ. ഡയറക്റ്റിന്റെ അടിയിൽ മൈ എന്ന് എഴുതുക. എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടതിന് ശേഷം ഹിസ്, ഹെർ. ഹിസ്, ഹെർ. ഓക്കെ. ഇനി അടുത്തത് ഡയറക്റ്റിന്റെ അടിയിൽ OUR, അവർ എന്ന് എഴുതുക. OUR, അവർ എന്ന് എഴുതുക. എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടതിന് ശേഷം THEIR, their എന്ന് എഴുതുക. THEIR, their എന്ന് എഴുതുക.
അവർ എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചില് their എന്ന് മാറുന്നു. അടുത്തത് വി എന്ന് എഴുതുക. വി ഡയറക്റ്റിന്റെ അടിയിൽ വി. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് THEY they എന്ന് എഴുതുക. THEY they. അടുത്തത് US us എന്ന് എഴുതുക. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് THEM them എന്ന് മാറ്റുക. them. അടുത്തത് യു എന്ന് എഴുതുക. YOU യു. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് I, V എന്ന് മാറ്റുക. I, V. യെസ്. അടുത്തത് YOUR യുവർ എന്ന് എഴുതുക. YOUR യുവർ. യുവർ. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് മൈ OUR അവർ എന്ന് എഴുതുക. മൈ അവർ. യെസ്. തൽക്കാലം നിൽക്കട്ടെ. ഇനിയും ഉണ്ട്. അത് നമുക്ക് പോകെ പോകെ ഓരോന്ന് വരുന്നതനുസരിച്ച് അതിന്റെ അടിയിൽ ചേർത്ത് കൊടുക്കാം. നോക്കാം. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന ഐ എന്നുള്ള വേർഡ് ഒന്നില്ലെങ്കിൽ ഹി ആവും അല്ലെങ്കിൽ ഷീ ആവും. മൈ എന്ന് പറയുന്ന വേർഡ് ഒന്നുകിൽ ഹിസ് ആവും അല്ലെങ്കിൽ ഹെയർ ആവും. അവർ എന്ന് പറയുന്ന വേർഡ് THEIR their എന്നായിട്ട് മാറും. വി എന്നുള്ളത് they ആയിട്ട് മാറും. us എന്നുള്ളത് them ആയിട്ട് മാറും. യു എന്നുള്ളത് ഒന്നുകിൽ ഐ ആവും അല്ലെങ്കിൽ വി ആവും. യുവർ എന്നുള്ളത് ഒന്നുകിൽ മൈ ആവും അല്ലെങ്കിൽ അവർ എന്നാവും. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന ചില മാറ്റങ്ങൾ. നമ്മള് ഇൻഡയറക്റ്റ് സ്പീച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ അത് വരുന്ന ബേസിക് ആയിട്ടുള്ള ചെറിയ മാറ്റങ്ങളാണിത്. ഈ മാറ്റങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാനായിട്ട്. ഓക്കെ, യെസ്. ഓക്കെ അതുണ്ട്. ഓക്കെ അതുണ്ട്. ശരിയാണ്. ശരിയാണ്. അപ്പൊ ഞാനത് പറയാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആദ്യം നോക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളാണ്. ആദ്യം നമുക്കിത് എങ്ങനെയാണ് മാറ്റുന്നത്, ഏത് ടെൻസ് വരുമ്പോൾ ഏത് ടെൻസിലോട്ട് മാറ്റണം എന്നുള്ളതൊക്കെ നമ്മളത് പഠിച്ച് ഒന്ന് മാനസികമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്കുകൾ ഇല്ലാതെയുള്ള വാചകങ്ങൾ പറഞ്ഞത്. സിസിലി പറഞ്ഞ കറക്റ്റാണ്. അതൊക്കെ എൻ്റെ അത് വരുന്നതാണ്. കറക്റ്റാണ്. അപ്പൊ അത്രയും ഡീപ്പായിട്ട് ഞാൻ പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അത് നമ്മൾ പറയുന്നത് ഇതൊന്ന് ഓരോ ടെൻസുകളും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം, സിമ്പിൾ പാസ്റ്റിലാണ് തന്നിരിക്കുന്നത് എങ്ങോട്ട് മാറ്റണം, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം, പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം, പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റും എന്ന് തന്നിരിക്കുന്ന വാചകങ്ങളിൽ എങ്ങോട്ടാണ് മാറുക. അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും. ഇങ്ങനെ കുറെ ചേഞ്ചസ് ഉണ്ട് അതിനകത്ത്. ആ ചേഞ്ചസിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ആദ്യം ഒന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഓരോ ടെൻസുകളിലേക്കുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറ്റുന്നത് നോക്കാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ വാക്കുകളൊക്കെ പറയാം. ഓക്കെ, യെസ്. അപ്പൊ നേരത്തെ നിങ്ങളുടെ ടീച്ചർ വന്ന് പറഞ്ഞൊരു കേസ് ഞാനത് അക്ഷരനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഒന്നും കൂടി പറയുകയാണ്. മൊഡ്യൂൾ 4 ചാപ്റ്റർ 3 ഹൗസ് കീപ്പിംഗ്. ഒന്നുകൂടി പറയാം. മൊഡ്യൂൾ 4 ചാപ്റ്റർ 3 ഹൗസ് കീപ്പിംഗ്. അതിന്റെ പ്രിന്റ് നാളെയുള്ള ക്ലാസ്സിൽ എടുത്ത് വെച്ചേക്കാനായിട്ട് രമ്യ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൊഡ്യൂൾ 4 ചാപ്റ്റർ 3 ഹൗസ് കീപ്പിംഗ്. ഓക്കെ, അത് ഞാൻ അക്ഷരനെ പറഞ്ഞ അക്ഷര തുടക്കം തുടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് അക്ഷരനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ
അക്ഷര ഇപ്പൊ എല്ലാവരും കൂടി 10-12 പേരായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി സൂചിപ്പിച്ചാണ്. യെസ്. അപ്പൊ ഞാനൊരു വാചകം പറയണം, അതൊന്ന് എഴുതിയെടുക്കുക. റിപ്പോർട്ടർ സ്പീച്ചിനാണ്. ഷീ സെഡ്. ഷീ സെഡ്, SAID, സെഡ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. I study, STUDY, I study English, ENGLISH, English poem, POEM, poem. She said, in inverted commas, I study English poem. Okay. ഇനി ആ വാചകത്തിലേക്ക് നമുക്ക് വരാം. അവൾ പറയുകയാണ്, ഷീ, അവൾ പറഞ്ഞു, ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം, ഞാൻ ഇംഗ്ലീഷ് കവിത പഠിക്കാറുണ്ട്. ഓക്കെ. അപ്പോ സന്ധ്യ ഷിബു, ഇതിന്റെ അകത്ത് എത്ര വെർബ് ഉണ്ടെന്ന് പറയാമോ? സ്റ്റഡി, സെഡ് വെർബാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, യു ആർ വെരി ഗുഡ്. 2 വെർബ് ഉണ്ട്. സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബാണ്, സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വെർബാണ്. അപ്പൊ വെർബ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? വെർബിനെ നമുക്ക് 3 കാലം പറയാൻ പറ്റും. സ്റ്റഡി, പഠിക്കുക. വേറെ രണ്ടുകൂടി നമുക്ക് പറയാം, പഠിച്ചു, പഠിക്കും. സെഡ്, പറഞ്ഞു. അതിന് നമുക്ക് 2 കാലം പറയാം, പറയും, പറയുന്നു. കണ്ടോ? അങ്ങനെ പറയാൻ പറ്റും. വെർബിന് എപ്പോഴും 3 ടെൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ അതില് സെഡ് എന്ന് പറയുന്ന വെർബ് ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സെഡിനെ പറയാം, ഇറ്റ് ഈസ് എ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയും. അതിനെ പറയുന്ന പേരെന്താണ്? റിപ്പോർട്ടിംഗ് വെർബ്. ഓക്കെ. അപ്പോ ആ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ. ആ പാസ്റ്റ് ടെൻസ് റിപ്പോർട്ടിംഗ് വെർബ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ നോക്കുന്നത്. ടീച്ചറാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. Okay, so we will meet in the next class next day. Okay, Okay. Okay. Thank you, sir. Welcome. Thank you.